ഇപ്പോൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ക്ലിമിസ് കാതോലിക്ക ബാവ സംസാരിക്കുകയാണ്. കേൾക്കാം. ഈ സിസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ, അവർ ജയിലിലാണ്, ജാമ്യം ലഭിച്ചിട്ടില്ല. ഇതൊരു മാനദണ്ഡമായിരിക്കും. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതും മുൻപോട്ടുള്ള കാര്യങ്ങൾ പോകുന്നതും സ്വാഭാവികമായി. അപ്പോൾ തീർച്ചയായും ഇവർക്ക് ലഭിക്കേണ്ടുന്ന ഒരു നീതി ലഭിക്കാതെ വരുമ്പോൾ പിന്നെ എന്ത് ചങ്ങാത്തം, പിന്നെ എങ്ങനെയാണ് നമുക്കൊരു സാഹോദര്യത്തിൻ്റെ പൂർണ്ണത പറയാൻ കഴിയുക? അതുകൊണ്ട് പറയുന്നത് പ്രവർത്തിക്കുക, പ്രവർത്തിക്കുന്നതിൽ ആത്മാർത്ഥത എല്ലാവരും പ്രകടമാക്കുക, ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയല്ല, ഇത് നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ ഈ സിസ്റ്റേഴ്സിന് നീതി ലഭിക്കണം. നീതി ലഭിക്കുമെന്ന് ഉറപ്പായി കഴിയുമ്പോഴാണല്ലോ ബാക്കി സംസാരം. ആദ്യം അത് നടക്കട്ടെ, അതിനുശേഷം നമുക്ക് ചായ കുടിക്കാം. കോടതിയിൽ ജാമ്യം ചോദിക്കുന്നു, ഇപ്പോൾ സെഷൻസ് കോടതിയിലും ജാമ്യം ചോദിക്കുന്നു. ഇപ്പോൾ ജഡ്ജി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഇതിനകത്ത് ഇടപെടുന്നതിന് പരിമിതി ഉണ്ട് എന്ന്. അപ്പോൾ അത്രയും ഗൗരവമായിട്ടുള്ള കുറ്റങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ഒരു എഫ്ഐആർ അടക്കം എഴുതിയിരിക്കുന്നത്. സാധാരണ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാവുന്ന കാര്യമാണ്, അതിനകത്ത് ഒരു എഫ്ഐആർ വലിയ നിലനിൽക്കും. അപ്പോൾ രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഇതിൽ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പറഞ്ഞ വാചകം ഇനി ഈ അറസ്റ്റിൻ്റെ പേരിലായിരിക്കും ഇനി നിലപാട് സ്വീകരിക്കാനുള്ളത്. ഇത് കൃത്യമായിട്ടുള്ള ഒരു തുറന്നുവച്ചായിരുന്നു. അതായത് ഈ അങ്ങനെ ഒരു ജഡ്ജി, ഞാനത് കേട്ടില്ല, അങ്ങനെ ഒരു ജഡ്ജി പറഞ്ഞെങ്കിൽ